അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പോൾ ആനയിറങ്കൽ ഡാമിൽ വന്നേക്കാണ്. ആനയിറങ്കൽ ഡാമിലെ റോഡിലെ വ്യൂ പോയിന്റിൽ നിന്ന് മാറി നമ്മൾ ഡാം, അപ്പോൾ അവിടെ നമുക്ക് ഡാമിലെ എൻട്രി ഒരാൾക്ക് 50 രൂപ വെച്ച്. അപ്പോൾ നമ്മൾ ആ എൻട്രി എടുത്തിട്ട് ഡാമിൻ്റെ അകത്ത് കയറിയിട്ട് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് നമ്മളിവിടെ ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇവിടെ ഒരു കോഫി ഷോപ്പൊക്കെ ഉണ്ട്. എന്തെങ്കിലും ആവശ്യമുള്ള അത്യാവശ്യം 1-2 കടകളും കോഫി ഷോപ്പ്, പിന്നെ ഡ്രിങ്ക്സ്, പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ ആയാലും അന്ന് കളിക്കാനുള്ള ചെറിയ പാർക്ക്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിവിടെ കയാക്കിങ്, പിന്നെ വാട്ടർ റോളർ, ബാംബു റാഫ്റ്റിംഗ്, പിന്നെന്താണ് കുറാക്കിൽ, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇവിടെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ എമൗണ്ടും പൈസയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ട് ജസ്റ്റ് ഇവിടെ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പോയിട്ട് വരാം. അപ്പോൾ ഇവിടെ നിന്ന് കാണുന്നത് ഡാമിൻ്റെ ഒരു വ്യൂ പോയിൻ്റാണ്. ബാക്കിയുള്ള സ്ഥലങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണിച്ചു തരാം. നമ്മളിത് ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മൾ ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്തിട്ട് പോകണേ. എന്താണ് നമുക്ക് കഴിക്കാനുള്ളത്? എന്നിട്ടാ മീൻകറി, ക്യാബേജ്, അച്ചാറ്. അപ്പൊ എല്ലാരും എടുത്ത് കഴിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് ഫുഡ് അടി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെയുള്ള ബാക്കിയുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കുന്നത് വരയ്ക്കും ഒരു ചിന്ന ബ്രേക്ക്. നമ്മളിവിടെ ആനയിറങ്കൽ ഡാമിൽ വന്ന് നമ്മളെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഫുഡ് അടി കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് സ്ഥലങ്ങൾ കാണാൻ ഇറങ്ങിക്കാണ്. സ്ഥലങ്ങൾ കാണാന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ബോട്ടിങ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ബോട്ടിങ് എവിടെയാണെന്നുള്ളത് പോയി കണ്ടിട്ട് വരാം. നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നില്ല, ജസ്റ്റ് അവിടെ വരെ പോയിട്ട് തിരിച്ചു വരാം. പിന്നെ എന്താണ് ഇവിടെ ഒരു വ്യൂ പോയിന്റ്, ഡാം വ്യൂ പോയിന്റ് ഉണ്ട്. പിന്നെ എന്തോ വേറെ സംഭവങ്ങളൊക്കെ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കയാക്കിങ് ഉണ്ട്, പിന്നെ വാട്ടർ റോളർ എന്ന് പറയുന്ന സംഭവമൊക്കെ ഉണ്ട്. ഈ വാട്ടർ റോളർ എവിടെയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് പോയിട്ട് ആനയിറങ്കൽ ഡാമിൻ്റെ ബാക്കി കാഴ്ചകൾ കണ്ടിട്ട് വരാം. ഇതവിടെ ഒരു മരക്കുറ്റി ഉണ്ടോ, നല്ല ഡിസൈൻ ചെയ്ത് വെച്ചേക്കണതാണോ, ഡിസൈൻ ചെയ്ത് വെച്ചേക്കണതല്ല, വെട്ടിയ മരത്തിൻ്റെ കട അതേപോലെ തന്നെ കൊണ്ടുവച്ചേക്കണതാണോ അതോ ഇനി ഇവിടെ ഉണ്ടായതാണോ എന്നറിയില്ല. എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കുട്ടികളൊക്കെ വരാണെങ്കിൽ ഇതാ ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാടാനും പിന്നെ കുട്ടികൾക്ക് കളിക്കാനും അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ മെയിനായിട്ട് ഇതാ ഇവിടെ ചെടികളാണ്. ഓക്കെ, എന്ത് ഭംഗിയല്ലേ ചെടികൾ ഇങ്ങനെ നിൽക്കണതാണ്. പിന്നെ അപ്പോൾ ഇതാണ് ആനയിറങ്കൽ ഡാം കേട്ടോ. ആനയിറങ്കൽ ഡാമിൻ്റെ സൈഡിലുള്ള വ്യൂ പോയിൻ്റാണ്. ഞാനത് പോയിട്ട് നമുക്ക് ഡാമിൻ്റെ ചുറ്റും നമുക്ക് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ അതിന് ഇടയ്ക്ക് ഇതാ ഇവിടെ ഒരു ബോട്ടിങ്ങിൻ്റെ സെൻറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ബോട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് പോയിട്ട് വരാം. നമ്മൾ ബോട്ടിങ്ങിനൊന്നും നിൽക്കുന്നില്ല, ജസ്റ്റ് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഗൈസ് ഇതാണ് ഇവിടെ ബോട്ടിങ് ഇവിടെയാണെന്ന് തോന്നുന്നത്. ആ പഴയ ബോട്ടുകളൊക്കെ ഇവിടെ കയറ്റിയിട്ടിട്ടുണ്ട്. ബോട്ടൊന്നും കാണുന്നില്ലല്ലോ. അവിടെയൊക്കെ ബോട്ട് കിടക്കുന്നുണ്ട്, ചെറിയ വഞ്ചി. അത് കയാക്കിങ്, അതാണ് കയാക്കിങ്ങിൻ്റെ വഞ്ചി കേട്ടോ. ഇത് അവിടെ സൈഡിൽ കിടക്കുന്നത്. യെസ്, ബോട്ടിങ് ദാ ഗൈസ് ഇവിടെയാണ് കേട്ടോ ബോട്ടിങ്. ഇതാ ഇവിടെ നിന്നാണ് ബോട്ടിങ്. അതേ ബോട്ടൊക്കെ അവിടെ കിടക്കുന്നുണ്ട് ഗൈസ്. വാ
വാ, എന്താ വ്യൂ അല്ലേ? നോക്കിയേ ഗൈസ്, നോക്കിയേ മലനിരകൾ നോക്കിയല്ലേ. വാവ്, എന്താണെന്ന് നോക്കൂ ഗൈസ്. അപ്പോൾ നമ്മൾ ആ വ്യൂ പോയിന്റ് കഴിഞ്ഞു. അടുത്തായിട്ട് നമ്മൾ അടുത്ത വ്യൂ പോയിന്റിലേക്ക് നമ്മൾ പോവാണ്. എന്തായാലും വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ ഡാമിൻ്റെ സ്ഥലങ്ങൾ നല്ല നീറ്റാണ്, നല്ല നീറ്റായിട്ട് ക്ലീനാണ്. അപ്പോൾ വരുന്നവരൊന്നും എന്താ പറയുക, പ്ലാസ്റ്റിക് നിരോധിത മേഖല ആണ് ഇവിടെ. അപ്പോൾ വരുന്നവരെല്ലാം അപ്പോൾ അത് കറക്റ്റായിട്ട് വേസ്റ്റ് ഡസ്റ്റ്ബിന്നൊക്കെ വെച്ചിട്ടുണ്ട്, അതിലൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അതായത് വളരെ മനോഹരമായിട്ടുണ്ടല്ലേ. ഓയിസ്. പിന്നെ അതാ ഇവിടെ നോ സ്മോക്കിംഗ്, പുകവലി രഹിത സ്ഥലം കൂടെയാണ്. അപ്പോൾ വരുന്നവർ ഇതും കൂടെ ശ്രദ്ധിക്കുക. ഇതാ പിന്നെ ഇവിടെ ജോലിക്കാരുടെ താമസ സ്ഥലമാണെന്ന് തോന്നുന്നു. ഇതാ അവിടെ കണ്ടോ, ഇതാ അമ്മ. ഇത് ഇവിടെ നിന്നുള്ളൊരു ഡാമിൻ്റെ വ്യൂ ആണ്. വളരെ മനോഹരമായിട്ടുണ്ട്. എന്താണെന്ന് നോക്കൂ, അടിപൊളി, ഒന്നും പറയാനില്ല. അപ്പം നമ്മുടെ കൂടെയുള്ള ബാക്കി കുറച്ച് 10-12 പേരുണ്ട്. അപ്പോൾ അവർ വെയിലാണെന്നും പറഞ്ഞിട്ട് അവിടെ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. ഇത്രയും പേരെ വന്നിട്ട് വെയിലാണെന്നും പറഞ്ഞ് ആ വണ്ടിയിൽ ഇരുന്നിട്ട് എന്താ കാര്യമല്ലേ? നമ്മളിതൊക്കെ വന്ന് കാണണം. എന്താണെന്ന് നോക്കൂ. ഇനി നമുക്ക് അടുത്തത് മുകളിലേക്ക് പോയിട്ട്, അവിടെ മുകളിലേക്ക് പോയിട്ട് എന്തോ ഒരു സംഭവമൊക്കെ കാണുന്നുണ്ട്. നമുക്ക് അതും കൂടെ പോയി ഒന്ന് കണ്ടിട്ട് വരാം. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മൂന്നാർ വന്നിട്ടുണ്ടെങ്കിലും നമ്മളിങ്ങനെ ഈ ഡാമിൻ്റെ ഇതേപോലൊരു സൈറ്റിലേക്കൊന്നും വന്നിട്ടില്ല. ഇതിവിടെ ഉള്ളൊരു ഔട്ട്ലെറ്റാണ്, ഡ്രിങ്ക്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പോയിട്ടൊരു സ്പ്രൈറ്റ് വാങ്ങിച്ചിട്ട് വരാം. അപ്പോൾ നമുക്കവിടെ വെള്ളമൊന്നും കിട്ടിയില്ല. അവിടെ തേയിലയുടെ ഉൽപ്പന്നങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ്. സ്പൈസി, ടീ, കോഫി, ഹണി, ക്രാബ്സ് സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം, മുകളിൽ എന്താണെന്ന് നോക്കാം. നമുക്ക് ഷോർട്ട് കട്ട് വഴി പോവാം. നല്ല വെയിലുണ്ട് ഗൈസ്. ഇവിടെ എന്താണ് നമുക്ക് കാണാനുള്ളത്? എലിഫന്റ് വാലി പാർക്ക്. നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമുക്ക് വരണമെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഫുഡ് കഴിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. അപ്പം അതൊന്നും ഇവിടെ ഇടാൻ പാടില്ല. ഇവിടെ കുട്ടികൾക്കുള്ള സംഭവങ്ങളാണ് കേട്ടോ കൂടുതലും. എന്താ ഊഞ്ഞാലുണ്ട്, പിന്നെ ഇതേ കറങ്ങുന്നത് എന്തൊക്കെയോ ഉണ്ട്. നമുക്ക് മുകളിലേക്ക് പോയിട്ട് വരാം. മുകളിൽ എന്താണ് ഉള്ളതെന്ന് അറിയില്ല, എന്നാലും നമുക്ക് പോയി കണ്ടിട്ട് വരാം. കോഫി, ഇവിടെ കോഫി ഷോപ്പാണ്. കോഫി ഉണ്ട്. എൻട്രി ഫീ Rs 50 രൂപ. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ
ഇവിടെ എൻട്രി ഫീ 50 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എലിഫന്റ് വാലി പാർക്ക്. എന്താണത്? ഒന്നുമില്ല, ജസ്റ്റ് കുട്ടികൾക്കായിട്ടുള്ള ഇതാണ്. വെള്ളം, അതിൽ ബോട്ട് ഇങ്ങനെ നമുക്ക് ചവിട്ടി കൈ കൊണ്ട് തുഴഞ്ഞ് പോകാവുന്ന സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ ഇതിനകത്തായാലും കുട്ടികൾക്കുള്ള സംഭവമാണ്. അപ്പോൾ അതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെയാണ് എൻട്രി ഫീസ്. ചിൽഡ്രൻസിന് 30 രൂപയും അഡൾട്ട് 50 രൂപയാണ്. പിന്നെ അതിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്താ ഗൈസ്, നമ്മുടെ ഇവിടെ എല്ലായിടത്തും കാണുന്ന മെയിൻ ഐറ്റം ഫിഷ് സ്പായ് ഉണ്ട്. പിന്നെ ഗൈസ് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൻ്റെ ചുറ്റും ഡാമിൻ്റെ ഏരിയകളാണ്. അവിടേക്കും അവിടെയും ഡാമിൻ്റെ ഏരിയകളാണ്. പിന്നെ അതുപോലെ തന്നെ അതാ ഇവിടെ നോക്കിയാലും ഡാമിൻ്റെ ഏരിയകൾ തന്നെയാണ്. വെയിൽ കാരണം ഒന്നും കറക്റ്റ് കാണാൻ പറ്റുന്നില്ല. എന്നാലും നമ്മൾ കുറച്ച് സമയം കൊണ്ട് നമ്മൾ ചെറിയ കുറച്ച് ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പെട്ടെന്ന് പോവുകയാണ്. കാരണം നമുക്ക് കുറച്ച് ഇനി മൂന്നാർ ഗ്യാപ്പ് റോഡ് പോകണം. അവിടെ നിന്ന് തിരിച്ച് മാങ്കുളം പോകണം. മാങ്കുളത്തേക്ക് ഇവിടെ നിന്ന് മൂന്നാറിൽ നിന്ന് 1.5 മണിക്കൂറത്തെ യാത്രയുണ്ട്. അപ്പോൾ അവിടെ ആന ഇറങ്ങുന്ന സ്ഥലമൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കവിടെ ഒരു ഗവൺമെൻറ് IB സ്റ്റേ ആണ്. അപ്പോൾ നമുക്കവിടെ എത്തണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ. നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കാണാം. ഓക്കെ.